ലെബനനിലെ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി തുറന്നുവെന്ന ഇറാന്റെ പ്രസ്താവന പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിച്ചേക്കുമെന്ന് ശുഭസൂചനകൾ നൽകിയിരുന്നെങ്കിലും യുഎസിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള തുടർ പ്രസ്താവനകളിലെ ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. ഹോർമുസ് വീണ്ടും അടയ്ക്കുമെന്ന ഇറാന്റെ പ്രസ്താവന എത്തിക്കഴിഞ്ഞു. അടുത്ത ബുധനാഴ്ചയ്ക്ക് മുൻപായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ദീർഘകാല കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമായുള്ള വെടിനിർത്തൽ ധാരണ അവസാനിപ്പിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് മുനമ്പ് വീണ്ടും അടയ്ക്കുമെന്ന പ്രസ്താവന ഇറാനിൽ നിന്നുണ്ടായത്. വെടിനിർത്തൽ സംബന്ധിച്ച് ട്രംപിന്റെ വിശദീകരണം തെറ്റാണെന്ന് പറഞ്ഞ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും രംഗത്തെത്തി. വാണിജ്യ കപ്പലുകൾക്ക് മാത്രമായി 10 ദിവസത്തേക്ക് മാത്രമാണ് ഹോർമുസ് തുറന്നത് എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം യുഎസ് ഇറാൻ വെടിനിർത്തൽ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമായി തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ്, എത്ര ആയുസ്സുണ്ടാകും ഈ പശ്ചിമേഷ്യൻ വെടിനിർത്തലിന്? ഇറാൻ പ്രഖ്യാപിച്ച താൽക്കാലികമായ വെടിനിർത്തൽ ഹിസ്ബുള്ള അംഗീകരിച്ചതോടെ ലെബനനിൽ നിന്ന് നേരത്തെ പലായനം ചെയ്ത 10,000 രാജ്യത്തേക്ക് തിരിച്ചെത്തി തുടങ്ങി. അതേസമയം ലിറ്റാനി നദിയുടെ തെക്കൻ ഭാഗത്തെ പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്ന് മടങ്ങി വരുന്നവർക്ക് ഇസ്രയേൽ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ജനങ്ങളുടെ ഒഴുക്കാണ്. പലയിടത്തും കെട്ടിടങ്ങളും വീടുകളും 6 ആഴ്ച നീണ്ട ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. വെടിനിർത്തൽ ലംഘിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്നും തങ്ങളുടെ വിരൽ കാഞ്ചിയിൽ തന്നെയാണെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രാബല്യമാകുന്നതിന് തൊട്ടു മുൻപ് സോറിൽ നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിന് യുഎസും ഇറാനും തമ്മിൽ ധാരണയായിട്ടും ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നപ്പോഴാണ് കഴിഞ്ഞയാഴ്ച ഹോർമുസ് ഇറാൻ വീണ്ടും അടച്ചത്. തുടർന്ന് ഹോർമുസിൽ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഇറാൻ വഴങ്ങിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ ലെബനൻ ഇസ്രയേൽ ചർച്ചയ്ക്ക് മുന്നോടിയായി 10 ദിവസത്തെ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ വെള്ളിയാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതോടെയാണ് ഹോർമുസ് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചത്. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന്റെ തീരുമാനത്തിൽ നന്ദി അറിയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ നാവിക ഉപരോധം തുടരുമെന്ന് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് ഇനി ഒരിക്കലും അടയ്ക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചതായാണ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത്. ഇറാനുമായുള്ള ഇടപാടുകൾ 100% പൂർത്തിയാകുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള നാവിക ഉപരോധം കർശനമായി തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടൊപ്പം ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്കയ്ക്ക് കൈമാറുമെന്നും ഇറാന് പണമൊന്നും കൊടുക്കാതെയാകും ഏറ്റെടുക്കലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഹോർമുസ് കടലിടുക്കിലെ മൈനുകൾ ഇറാൻ നീക്കം ചെയ്തു തുടങ്ങിയതായും ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ പ്രതിരോധ മന്ത്രാലയം തള്ളി. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നത് ലെബനനിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമായിരിക്കും. നിലവിലെ സാഹചര്യം താൽക്കാലികം മാത്രമാണ്. സൈനിക കപ്പലുകൾക്കും ഇറാനോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്കും കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവാദമുണ്ടാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മാറുകയോ ലെബനനിലെ സാഹചര്യം വഷളാകുകയോ ചെയ്താൽ ജലപാത വീണ്ടും അടയ്ക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടേക്കും മാറ്റില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്രായേൽ ബക്രി പറഞ്ഞു. കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനെതിരെ ആഭ്യന്തരമായി വിമർശനം ഉയർന്നു കഴിഞ്ഞു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇറാനിയൻ സൈന്യമായ IRGCയുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടു. ഒടുവിൽ ഹോർമുസ് വീണ്ടും അടച്ചിടുമെന്ന പ്രസ്താവനയും IRGCയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇറാന്റെ പ്രതികരണം എത്തിയ ശേഷമാണ് ബുധനാഴ്ചയ്ക്കകം സമാധാന കരാറിൽ എത്താത്ത പക്ഷം സൈനിക നടപടികളിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ട്രംപ് പ്രസ്താവന ഇറക്കിയത്. വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ച് ഉറപ്പില്ലെന്നും ഇറാനിലെ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് തുടരുന്ന നാവിക ഉപരോധം നിലനിൽക്കുമെന്നും ട്രംപ് പറഞ്ഞു. കരാർ നീളുമോ എന്നത് വ്യക്തമല്ല, എന്നാൽ ഉപരോധം തുടരും. അതിനാൽ സാഹചര്യങ്ങൾ വഷളായാൽ വീണ്ടും സൈനിക നടപടികൾക്ക് നീങ്ങേണ്ടി വരാമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് വീണ്ടും മിഡിൽ ഈസ്റ്റിലെത്തിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂയിസ് കനാൽ കടന്നെത്തിയ കപ്പൽ നിലവിൽ ചെങ്കടലിൽ തമ്പടിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്.
ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി പൂർണ്ണമായും തുറന്നു നൽകിയതോടെ ആഗോള എണ്ണവിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. യുദ്ധഭീതിയും വിതരണ തടസ്സങ്ങളും നീങ്ങിയതാണ് വിപണിയിൽ വില കുറയാൻ കാരണം. 10 ദിവസത്തിനിടെ വിപണിയിൽ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. US ഇറാൻ വെടിനിർത്തൽ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ സജീവമായി തുടരുകയാണ്. പാകിസ്ഥാൻ, തുർക്കിയ, ഈജിപ്ത്, സൗദി എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ തുർക്കിയയിലെ അനറ്റോളിയയിൽ യോഗം ചേർന്നു കഴിഞ്ഞു. ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും നേതൃത്വത്തിൽ പാരീസിൽ വിവിധ രാജ്യങ്ങളുടെ ചർച്ചയും നടന്നു. സാമ്പത്തിക ഉപരോധം മൂലമുള്ള കടുത്ത പ്രതിസന്ധി ഇറാനെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. നിലവിലെ വെടിനിർത്തലും സമാധാന ശ്രമവും തുടരുക തന്നെ വേണം. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.